നമസ്കാരം. നമ്മൾ ഓരോ ദിവസവും പല ആളുകളെയും സഹായിക്കാറുണ്ട്. ചിലപ്പോൾ മനുഷ്യരെ ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ മൃഗങ്ങളെ ആയിരിക്കാം, അതല്ലെങ്കിൽ പല രീതിയിലും നമ്മൾ പലരെയും സഹായിക്കുന്നുണ്ട് ഓരോ ദിവസവും. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ സഹായം വേണ്ട ഒരു ഹൈന്ദവ സഹോദരന്റെ ദുര്യോഗമാണ് നിങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ പറയുന്നത്. അത്തരത്തിൽ നമുക്കറിയാം, കേരളത്തിൽ ഇന്നിപ്പോൾ നന്മ മരങ്ങളുടെ പേരിൽ വിലസുന്ന ഇസ്ലാമിക ജിഹാദികളും ആ ഇസ്ലാമിക ജിഹാദികൾ ബ്ലാക്ക് മണി അതല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുമെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ കോടികൾ കേരളത്തിലേക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ചാരിറ്റിക്ക് വേണ്ടി അല്ല ഇവിടെ ഈ അഭ്യർത്ഥന. ഇത് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് കുടുംബം പോറ്റുന്ന ഒരു മനുഷ്യന്റെ വ്യഥയാണ് ഇവിടെ ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത് ലക്ഷങ്ങളാണ്. ആളൂർ സ്വദേശി പനങ്ങാട്ട് വീട്ടിൽ പ്രസാദൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരന്റെ ദുര്യോഗ കഥകളാണ്, അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വസ്തുതകളാണ് ഇനി വരുന്ന നിമിഷങ്ങളിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അത്തരത്തിൽ പങ്കുവെക്കുന്ന ആ വ്യക്തിയുടെ, പനങ്ങാട്ട് പ്രസാദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃത്യമായ അക്കൗണ്ട് വിവരങ്ങളും ടെലിഫോൺ വിവരങ്ങളും അതുപോലെ എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൃത്യമായ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളാൽ കഴിയുന്ന 1 രൂപയാണെങ്കിലും 2 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും 1000 രൂപയാണെങ്കിലും ചെറുതായാലും വലുതായാലും എത്രയായാലും അത്തരത്തിലുള്ള സംഖ്യകൾ സഹകരിച്ചുകൊണ്ട് അയച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ആ കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഈ കുടുംബനാഥന് വീണ്ടും ആ കുടുംബം പുലർത്താനാവൂ എന്നുള്ളത് കൂടി മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുന്നു അദ്ദേഹത്തിന്റെ സ്വദേശിയായിട്ടുള്ള വ്യക്തി തന്നെ. അതിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ ഓരോ രൂപയായാലും എത്ര വലുതായാലും നിങ്ങൾ ഓരോരുത്തരും കൊടുക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കുടുംബം കൂടി ആയതുകൊണ്ടാണ് നമ്മുടെ ചാനലിലൂടെ തന്നെ ഈ വീഡിയോ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. കാരണം നമ്മൾ ആരും ഫിറോസ് കുന്നുംപറമ്പിലോ അല്ലെങ്കിൽ സാജൻ കേച്ചേരിയോ പോലെ, അതല്ലെങ്കിൽ നിലമ്പൂർ സുശാന്ത് നിലമ്പൂരിനെ പോലെയോ കോടിക്കണക്കിന് രൂപ സമാഹരിക്കാൻ കഴിയുന്ന വ്യക്തികളല്ല. പക്ഷേ നമ്മളാൽ കഴിയുന്ന സഹായം നമ്മളുടെ ഈ ചാനലിലൂടെ ഈ ദുരവസ്ഥ എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അറിയിച്ചിരിക്കുന്നു. ഇനി പ്രവർത്തിക്കേണ്ടത് നിങ്ങളും ഞാനും ഒന്നടങ്കം തന്നെയാണ്. കഴിയുന്നവരെല്ലാം 1 രൂപയാണെങ്കിലും അത് കൊടുക്കുക, 100 രൂപയാണെങ്കിലും കൊടുക്കുക. എത്ര കിട്ടിയാലും ആ കുടുംബത്തിന് അതിന് വലിയ സഹായമാവുമെന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക. അതുപോലെ മറ്റൊന്നാണ്, ഈ വീഡിയോ കണ്ട് നമുക്ക് സഹായിക്കാനാവുക എന്നുള്ളത് പണം അയച്ചുകൊണ്ട് മാത്രമല്ല, ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക കൂടി ചെയ്താൽ അതും ഒരു വലിയ സഹായമാണ്. ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ അയക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും 10 രൂപ അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അതും വലിയൊരു സഹായമാണ് എന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ 1 രൂപയാണെങ്കിൽ അത് കൊടുക്കുക, 100 രൂപയാണെങ്കിൽ അത് കൊടുക്കുക. ഒന്നും കൊടുക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. ആ ദൗത്യമെങ്കിലും ഏറ്റെടുക്കുക എന്നതുകൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമ്പത് കൊല്ലായി അസുഖമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ലിവറിന് അസുഖമായിട്ട് ഇപ്പോൾ ലിവർ മാറ്റി വയ്ക്കുന്നാണ് പറയുന്നത്. ഞങ്ങളെ കൊണ്ട് കഴിവില്ല. അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞേക്കണം. ഇപ്പോൾ ഒരാഴ്ച ഞങ്ങൾ ചെക്കപ്പിന് പോയിരുന്നു. ടെസ്റ്റെല്ലാം കഴിഞ്ഞു. വേഗം എത്രയും പെട്ടെന്ന് മാറ്റി വയ്ക്കുമെന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ ഭയങ്കര ആപത്താന്ന് പറഞ്ഞേക്കണത്. ഞാൻ ഈ കുടുംബത്തിലെ പ്രസാദന്റെ ഒരു സുഹൃത്താണ്. ചെറുപ്പം മുതലുള്ള ഒരു കൂട്ടുകാരൻ കൂടിയാണ്. ഞാനൊരു ഇരിഞ്ഞാലക്കുടക്കാരനാണ്. പ്രസാദൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഹൃദയ സംബന്ധമായ രോഗമായിട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞാണ്. പ്രഭീഷ് എന്നാണ് ആളുടെ പേര്. ആളുടെ ചെറുമകൻ ധ്രുവനാഥ് ഇതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞൊരു 4 മാസമായിട്ടുള്ളൂ. കുട്ടിക്ക് 1.5 വയസ്സാണ് അതിൻ്റെ കുട്ടിയുടെ പ്രായം ധ്രുവനാഥിന്. പിന്നെ കുടുംബം വളരെയധികം കഷ്ടപ്പാടിലാണ് നിൽക്കുന്നത്. 9 വർഷമായി അമൃത ഹോസ്പിറ്റലിൽ കരൾ സംബന്ധമായ രോഗവുമായിട്ട് ചികിത്സയിലായിരുന്നു. ഇപ്പോഴാണ് കരൾ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അദ്ദേഹത്തിനും കുടുംബത്തിനും ഉദ്ദേശം ചികിത്സയ്ക്കായിട്ടൊരു 40 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ചികിത്സയും അതിൻ്റെ കഴിഞ്ഞുള്ള ആശുപത്രി ചെലവടക്കം ഒരു 40 ലക്ഷം രൂപയോളം അവർക്ക് ചെലവ് വരുന്നതാണ്. ഈ കുടുംബത്തിന് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ 9 വർഷമായിട്ട് ചികിത്സകളും ആ ചികിത്സാ ചെലവുകൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നല്ലവരായ നാട്ടുകാരാണ് സഹകരിച്ചിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സന്മനസ്സുള്ള എല്ലാവരുടെ സഹായം ഇതിനാവശ്യമാണ്. ഈ ആളുടെ ശസ്ത്രക്രിയക്ക് ആളിരിക്കുന്ന വീടും
അതിന്റെ സ്ഥലവും സഹകരണ ബാങ്കില് ജപ്തിയിലാണ്. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ബാധ്യതയുണ്ട്. ഒരു 10 ലക്ഷം രൂപ അതിന് ബാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒത്തുകൂടി സഹകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താം, ഈ ശസ്ത്രക്രിയ നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിനൊരു ജീവിതം കിട്ടും. എല്ലാവരും വേണ്ട രീതിയിൽ നിങ്ങളെ കൊണ്ട് സഹായിക്കാവുന്ന രീതിയിൽ എല്ലാവിധ സഹകരണം. അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ആളൂര് ധനലക്ഷ്മി ബാങ്കിലാണ്. അമൃത ഹോസ്പിറ്റലുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള അക്കൗണ്ടാണ് ധനലക്ഷ്മിയിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ അയച്ചു നൽകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.